ഒരിക്കലെങ്കിലും എനിക്ക് നിങ്ങളെ ഒന്ന് അനുഭവിക്കണം. അയാളുടെ കണ്ണട ഊരിയെടുക്കുമ്പോൾ ഞാൻ മന്ത്രിച്ചു. സഞ്ജീവ് കുമാർ മിത്ര കൂടുതൽ വിളറി. ബാബു, ആ ടൈ ഒന്ന് അഴിക്കാമോ? എൻ്റെ കണ്ണുകളിൽ അയാളുടെ നോട്ടം കുടുങ്ങി. അയാളുടെ കണ്ണുകളിൽ ഭീതിയും എൻ്റെ കണ്ണുകളിൽ പ്രണയവും നിറഞ്ഞു. നീല പൂക്കൾ നിറഞ്ഞ അപരാജിത വള്ളി എൻ്റെ സിരകളിൽ പൊട്ടിമുളച്ച് പടർന്നു. ഇതിലൊരു കഥയുണ്ട്. ഇതിനൊരു കഥയുണ്ടെന്ന് പറയുമ്പോൾ ഇതിനുള്ളിലെ കഥയല്ല, ഇതെൻ്റെ അടുത്തേക്ക് വന്ന ഒരു വഴിൻ്റെ ഒരു കഥയുണ്ട്. മുമ്പ് വേർമേരിയുടെ 2-3 ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ എഴുത്തുകാരിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൂടുതൽ ഇവരുടെ ബുക്കുകൾ വന്നു കഴിഞ്ഞാൽ വായിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ ആണ് ഇങ്ങനെ ആരാച്ചാർ എന്ന് പറഞ്ഞ ഒരു ബുക്ക് വരുന്നതും അത് വായിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബാംഗ്ലൂരൊക്കെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. ഓഫീസ് അറിയാലോ, ഓഫീസിൽ പോയി വരുന്ന ഒരു തിരക്കും. നമ്മൾ ഏതെങ്കിലും ദിവസം അവധി കിട്ടി അങ്ങനെ പോയി നാട്ടിലേക്ക് വരും. ഓൺലൈനിൽ ആ സമയത്ത് നോക്കിയ സമയത്തൊക്കെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതുകൊണ്ട് ഈ സാധനം വായിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു കൊറിയർ വരികയാണ്. അത് എൻ്റെ ഓഫീസ് അഡ്രസ്സിൽ. ഫ്രം അഡ്രസ്സ് ഇല്ല. ഫ്രം അഡ്രസ്സ് ഇല്ല എന്ന് പറയുമ്പം എവിടുന്നാണ് വന്നതുണ്ട്, കൊല്ലത്തുനിന്ന് വന്നതുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വെച്ചാൽ അങ്ങാരേക്ക് എനിക്ക് ഇങ്ങനെ ബുക്ക് അയക്കാനുണ്ട്. എനിക്ക് ബുക്ക് അയക്കാനുള്ള ഒരു ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ട് മൈത്രിയിലൊക്കെ വർക്ക് ചെയ്തിരുന്നത്, ഇപ്പോൾ ആഡ് ഇന്ത്യയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് രാജീവാണ്. പക്ഷേ രാജീവ് എന്തിന് ഒരു ഫ്രം അഡ്രസ്സ് വെക്കാതെ ഒരു ബുക്ക് അയക്കേണ്ട ആവശ്യം? ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതായത് വന്നിരിക്കുന്ന കൊല്ലത്തുനിന്നാണ്. കൊല്ലമാണ് കേർമേരിയുടെ നാട്. കേർമേരി അയച്ചത് എങ്ങനെയാണ് അപ്പം ഒന്നല്ല. അപ്പം അങ്ങനെ സംബന്ധിച്ച രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം. പിന്നെ അങ്ങനെ അല്ലാതെ എനിക്കൊരു ബുക്ക് തരാനുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശുഭജിത്ത് പോൾ എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളി ഛത്തീസ്ഗഡുകാരനാണ്. അപ്പോൾ പുള്ളി ഒരിക്കലും മലയാളം ബുക്ക് എനിക്ക് അയച്ചു തരേണ്ട കാര്യമില്ല. പിന്നെ അതുമല്ല, പിന്നെ പുള്ളി ആ സമയത്ത് ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളുമാണ്. ഇപ്പോഴും ആരാന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അയച്ച ഒരാളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നല്ല കാര്യം. എന്തായാലും കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇതൊക്കെ വായിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നതിൻ്റെ വാശി തന്നെ ഞാൻ അന്ന് വൈകുന്നേരം തന്നെ പോയി, നേരത്തെ തന്നെ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി, 5:30 ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ഒറ്റയടിക്ക് 177 പേജ് വായിച്ചു. ആദ്യം വല്ലാത്തൊരു ഫീലായിരുന്നു ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ എഴുത്തുകാരി അതായത് മീര ഈ ഇതെല്ലാം തലയിൽ വെച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരു സാധനം. ഇപ്പോൾ നമുക്കൊരു 5 പേജ് A4 എന്തെങ്കിലും ഒരു സംഗതി എഴുതിയാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നൊരു സംഗതി. അപ്പോൾ ഇത്രയും പേജുള്ള ഇത്രയും വലിയൊരു ക്യാൻവാസിലുള്ളൊരു സാധനം തലയിലിട്ട് നടക്കുക, എഴുതുക എന്നൊക്കെ പറയുന്നത് അപാരമായിട്ടൊരു സംഗതി തന്നെയാണ്. എനിക്ക് അവരുടെ ഫാമിലിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എങ്ങനെ അവരുടെ ഫാമിലിയിലെ ആൾക്കാർ അവരെ സഹിക്കുന്നത്, അതായത് ഇങ്ങനെ ഒരു സംഭവം വരും ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ആലോചനകൾ, അതിൻ്റെ ഒരു ക്രിയേഷൻ നടക്കുന്ന ഒരു സമയം ഒക്കെ ഭയങ്കര തന്നെയാണ്. അങ്ങനെ ഞാനിത് വായിച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ കാണുന്നത് ഭയങ്കര വിഷ്വൽസുകളാണ് കാണുന്നത്. ഭയങ്കര പർപ്പിൾ കളറിൻ്റെ ഇടയിൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഇടയിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ വരിക, അങ്ങനെ ഭയങ്കരമായ വിഷ്വൽസ്, ഭയങ്കര കഥകൾ, കുറേ കഥകൾ വന്നു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഈ സ്വപ്നം കാണുന്നതിൻ്റെ ഇടയിൽ, സ്വപ്നം എന്ന് പറയാൻ പറ്റില്ല, ഒരു 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 ഇതുപോലെ ഒരു ഇമാജിനേഷൻ സംഗതി പോലെ. അപ്പം പെട്ടെന്ന് തന്നെ പേപ്പർ എടുത്തിട്ട് കുറേ കഥകളൊക്കെ വരുന്ന ഞാൻ നോട്ട് ചെയ്തിട്ടു. നമുക്ക് എന്തെങ്കിലും ഒരു കഥ എഴുതാനോ അങ്ങനെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ, ഒരു സംഗതി സ്കോപ്പ് ഉണ്ടെങ്കിൽ നല്ല അതുപോലുള്ള സാധനങ്ങളാണ് ഇമാജിനേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കുറേ ഹിൻ്റായിട്ട് ഇങ്ങനെ ചെറിയ സാധനങ്ങൾ എഴുതിയിട്ടു. രാവിലെ എഴുതിച്ചിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ആലോചിച്ച കഥയെല്ലാം പറഞ്ഞുപോയി. വായിച്ചിട്ട് പിന്നെ വായന നിന്നുപോയി. അതിനുശേഷം ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് ഈ ബുക്ക് എടുത്ത് വായിച്ച് തീർത്തത്. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചേതന പൂക്കൾക്കൊടിയിൽ കുരുക്ക് തീർത്ത് ജനിക്കുന്നത്. പിന്നെ ചേതനയുടെ അച്ഛൻ പറയുന്നൊരു കോട്ടുണ്ട്, അതായത് അടുത്ത് നിൽക്കുന്നവർ അകലമുള്ളവർ അടുപ്പം കാണിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നൊരു സംഗതി. നിങ്ങളെ എനിക്കൊന്ന് അനുഭവിക്കണമെന്ന് ചേതന പറയുന്നിടത്താണ്. അത് സാധാരണ പുരുഷന്മാർ സ്ത്രീയോട് പറയുന്നത് നിന്നെ എനിക്കൊന്ന് അനുഭവിക്കണം. പിന്നെ അതുപോലെ ഇത് വായിക്കുമ്പം എനിക്ക്, അതായത് ചേതനയുടെ അച്ഛനായിട്ട് ആരാച്ചാരായിട്ട് വരുന്ന ഈ തിലകനല്ലാണ്ട് വേറെ ആള് മനസ്സിൽ വരുന്നില്ലായിരുന്നു. അതുപോലെ ചേതനയുടെ ക്യാരക്ടർ ശോഭന അല്ലാതെ വേറെ ആളില്ലായിരുന്നു. സഞ്ജീവ് കുമാർ മിത്രയായിട്ട് നമ്മുടെ റിപ്പബ്ലിക് ടിയിലെ അർണാബ് ഗോസ്വാമി അല്ലാതെ വേറെ ഒരാൾ വരുന്നില്ല. അർണാബ് ഗോസ്വാമിക്ക് പറ്റിയൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ഇത്. അധികം ഈ ബുക്കിൽ കഥകൾ പറയുന്നില്ല, വായിക്കാത്തവർക്ക് അതിൻ്റെ ഒരു രസച്ചരട് പോകണ്ട,
വായിച്ച് തന്നെ അറിയേണ്ട ഒരു സാധനമുണ്ട്. ഞാനും ഒരു കാര്യം വിചാരിച്ചത്, ഇപ്പം നമ്മൾ ഒരുപാട് വിഷ്വൽ മീഡിയാസ് വന്നു, സിനിമകൾ വന്നു, പിന്നെ ഓൺലൈനിൽ എല്ലാം വായന സാധ്യമാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ എന്തിനാണ് ഈ പഴയ ഒരു പഴഞ്ഞ രീതിയിലുള്ള ബുക്കുകൾ വായിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനിൽ ഇപ്പം ഞാൻ ബിരിയാണി, സന്തോഷ് ചിക്കാന്തിൻ്റെ ബിരിയാണി വായിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണീൻ്റെ ഒരു ചെറിയൊരു ത്രെഡ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതല്ലാണ്ട് അത് രജിസ്റ്റർ ചെയ്യുന്നില്ല നമുക്ക് എന്തായിരുന്നു അതിൽ. പക്ഷേ ഈ ആരാച്ചാര്യൻ ഞാൻ വായിച്ച് തീർത്തതിൻ്റെ ഓരോ പേജുകളിലെ ഓരോ സാധനങ്ങൾ നമ്മൾ മനസ്സിൽ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇമാജിനേഷൻസ് പവർ കൂട്ടാൻ, നമ്മുടെ മെമ്മറി കൂട്ടും, ക്രിയേറ്റിവിറ്റി സ്കില്ല് കൂടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ബുക്ക് ഡയറക്റ്റ് വായിക്കുന്നതിൽ. പിന്നെ ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ പുറകിൽ തന്നെ ഡോക്ടർ ടി ശ്രീകുമാർ എഴുതിയൊരു കാര്യമാണ് എനിക്ക് കറക്റ്റായിട്ട് ഈ ബുക്കിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. അതിങ്ങനെ ഒരു പാൻ ഇന്ത്യൻ നോവൽ എന്ന വിശേഷണം ഇത് അർഹിക്കുന്നുണ്ട്. സമാന ഇന്ത്യയുടെ രാഷ്ട്ര വ്യവഹാരത്തിൻ്റെ സൂക്ഷ്മമായ ചില തലങ്ങളെ ചെന്ന് തൊടുന്നതും ഇന്ത്യാ ചരിത്രത്തിൻ്റെ സംഘർഷങ്ങളെ മുഴുവൻ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ യുദ്ധരംഗത്തേക്ക് കൊണ്ടുവന്ന് സംഭ്രമിപ്പിക്കുന്നതുമായ ഒരു രചനാതന്ത്രം ഇവിടെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. മലയാളത്തിലെ പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിലെ ശക്തമായ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന രചനകളിൽ മുഖ്യസ്ഥാനം ഈ നോവലിനുണ്ടായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. അതുതന്നെയാണ് ഈ ബുക്കിനെ കുറിച്ച് ഒറ്റയടിക്ക് പറയാവുന്ന ഒരു കാര്യം. മാധ്യമ ഇടപെടലുകളോട് കടക്ക് പുറത്തുമല്ല, കഴുത്തിൽ കുരുക്ക് മുറുക്കി തന്നെയാണ് ചേതന അവസാന ഭാഗങ്ങളിൽ പ്രതിഷേധിക്കുന്നത്.